ആര്യനും നൂറയും കൂടെ ലൈവിൽ ഭയങ്കര ബഹളം നടക്കുകയാണ്. ആര്യൻ പറയുന്നുണ്ട് ഇവിടെ ആരാണ് റൂൾസ് പൊട്ടിക്കാത്തത്, അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ന് പറ. അനു റൂൾസ് പൊട്ടിക്കത്തില്ലേ? അപ്പോൾ അനു സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അനു ചോദിക്കുന്നുണ്ട് ഞാൻ റൂൾസ് പൊട്ടിച്ചോ? ബിഗ് ബോസ് പറയുന്നതിന് മുമ്പേ നീ കുറച്ച് സ്ക്രാച്ച് ചെയ്തില്ലേ, എന്നിട്ട് നീ അനങ്ങാതിരുന്നില്ലേ? അപ്പോഴല്ലേ ബിഗ് ബോസ് വിളിച്ചത്. അപ്പം നീ സ്ക്രാച്ച് ചെയ്തിട്ട് നീ എന്താ സ്ക്രാച്ച് ചെയ്ത് എല്ലാവരെയും കാണിക്കാഞ്ഞെന്ന് ബിഗ് ബോസ് ചോദിക്കുന്നില്ലേ? നീ പറഞ്ഞു അനു സ്ക്രാച്ച് ചെയ്തെന്ന്. അപ്പോൾ ഉടനെ ആര്യം പറയാണ് ഞാൻ ബിഗ് ബോസ് പറഞ്ഞപ്പോഴാണ് സ്ക്രാച്ച് ചെയ്തത്. അല്ലടാ, നീ ആദ്യം നിന്നോട് ചോദിച്ച സമയത്ത് നീ പറഞ്ഞ് അനു സ്ക്രാച്ച് ചെയ്തുകൊണ്ട് ഞാൻ സ്ക്രാച്ച് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് 4 കോയിൻ ഞാൻ ഒളിപ്പിച്ച് വെച്ചു എന്ന് ആര്യം പറയുന്നുണ്ട്. ഞാൻ ആദ്യം സ്ക്രാച്ച് ചെയ്തത് ഈ കോയിനല്ല, ഞാൻ ഒരു വെള്ള കോയിൻ ആദ്യമേ സ്ക്രാച്ച് ചെയ്തു എന്ന് ആര്യം പറയുന്നുണ്ട്. എനിക്ക് ഇത്ര അറിയാം, എനിക്ക് മണ്ടത്തരം പറ്റി, ഞാൻ ഇത് മാറ്റി വെക്കരുതായിരുന്നു, അതാണ് എനിക്ക് പറ്റിയ മണ്ടത്തരം. അപ്പോൾ ബിഗ് ബോസ് പറഞ്ഞു അത് എല്ലാവരെയും കാണിക്കാൻ, അത്രയേ ഉള്ളൂ. എന്തുവായാലും പാവയുടെ പ്രശ്നത്തിനുണ്ടായ കണക്കുള്ള കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. പാവ അടിച്ചു മാറ്റിയത് ഇതും കൂടെ വലിയ വ്യത്യാസമൊന്നുമില്ലെന്ന് ആര്യം പറയുന്നുണ്ട്. രണ്ടും സെയിം തന്നെയാണെന്ന് നൂറ പറയുന്നുണ്ട്. പിന്നെ പാവയുടെ ആൾക്കാർ ഇവിടെ വന്നിട്ട് വലിയ ന്യായമൊന്നും കാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഒരാളുടെ ഗെയിം ഇല്ലാതാക്കിയിട്ട് ഒരാളുടെ ഗെയിം 0 ആക്കിയിട്ട് ബിഗ് ബോസ് കള്ളത്തരമാണ്, ബിഗ് ബോസ് നടപടി എടുക്കണം, ബിഗ് ബോസ്. ഷാനവാസിക്കാക്ക് വേണമെങ്കിൽ പറയാം, പുള്ളി കള്ളത്തരമൊന്നും ചെയ്തിട്ടില്ല, നടപടി എടുക്കണമെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ലെന്ന് നൂറ പറയുന്നുണ്ട്. രണ്ടുപേരും കൂടെ ഭയങ്കര സംസാരം നടക്കുകയാണ്. ഇന്നലത്തെ പാവയുടെ ടാസ്കിൽ പുള്ളി ഒരു കള്ളത്തരവും ചെയ്തിട്ടില്ല, ഫോളും ചെയ്തിട്ടില്ലെന്ന് ആര്യം പറയുന്നുണ്ട്. പുള്ളിക്ക് വേണമെങ്കിൽ വന്നിട്ട് പറയാം, ബാക്കി ആർക്കും ഇവിടെ പറയാനുള്ള ഒരു ഇതില്ലെന്ന് ആര്യം പറയുന്നുണ്ട്.